പൊതുസ്ഥലത്തെ പ്രചരണ പരിപാടികൾക്ക് ഫീസ് ഈടാക്കാൻ സർക്കാർ. അതിനായി ചെറിയ രീതിയിൽ ഫീസ് ഈടാക്കുമെന്നും നിയമഭേദഗതി കൊണ്ടുവരുമെന്നും മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവുകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടും സുരക്ഷയ്ക്ക് ഭീഷണിയില്ലാത്ത തരത്തിലും പരസ്യപ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു മിതമായ നിരക്കിലൊരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നിയമവിരുദ്ധമല്ലാത്ത സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നതിന് ആവശ്യമായ നിയമ ചട്ട ഭേദഗതികൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനുമായി. ഉമേഷ്, പലവിധ ക്യാമ്പയിനുകൾ തെരുവുകളിൽ നടക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അടക്കം നടക്കുന്നുണ്ട്. ഇലക്ഷൻ വർക്ക് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇനി പൈസ അടയ്ക്കണമെന്നാണോ ഉമേഷ്? ഹാഷ്മി, അങ്ങനെയല്ല അതിനെ വിലയിരുത്തേണ്ടത്. അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ പാതയോരത്ത് നടക്കുന്ന പ്രചാരണ പരിപാടികൾക്കും അതിന് ബോർഡുകൾ, ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കെട്ടുന്നതിനെതിരെയുമെല്ലാം ഹൈക്കോടതിയുടെ വലിയ ഇടപെടലുണ്ടായിരുന്നു. ആ ഇടപെടലിനെ തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ അത് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. നടപടിയെടുത്ത് ഈ CPM സംസ്ഥാന സമ്മേളനത്തിനടക്കം ഈ പിഴ ചുമത്തി അക്കാര്യം കോടതി അറിയിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. കർശന നടപടി സ്വീകരിച്ച് കോടതി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ജനാധിപത്യപരമായി പ്രചാരണങ്ങൾ നടത്താനും പ്രതിഷേധങ്ങൾ നടത്താനും അനുമതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സബ്മിഷനിലൂടെ ഇ.കെ. വിജയൻ MLA ആണ് ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിച്ചത്. അതിനാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. മറുപടി പ്രകാരം ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ നിയമപരമായ, അതായത് ബോർഡുകളും കൊടിതോരണങ്ങളും എല്ലാം നിയമപരമാണ്. സ്വാഭാവികമായി നിയമപരമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും പ്രചാരണങ്ങളും എല്ലാം നടത്താൻ അനുമതി നൽകും. അതിന് ആവശ്യമെങ്കിൽ ചെറിയ ഫീസ് ഈടാക്കും. അത് ഈ ഹൈക്കോടതിയുടെ കൂടി ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അത്തരത്തിൽ ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ട് പ്രചാരണങ്ങൾക്കും പ്രകടനങ്ങൾക്കും എല്ലാം അനുമതി നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ. അതിൽ നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള തീരുമാനമാണ് നിയമസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായി ഇതിന് ബില്ല് കൊണ്ടുവരും. അതിനുശേഷം അടുത്ത സഭാ സമ്മേളനത്തിൽ ഇത് നിയമസഭയിൽ വെച്ച് പാസ്സാക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത്. ഹഷ്മി.